ഇലകലയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സ്പാനിഷ് മോസ് ഒരു എയർ പ്ലാന്റ് ആണ്. തായ്ലൻഡ്, മെക്സിക്കോ, നോർത്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സുലഭമായി വളരുന്നൊരു പ്ലാന്റാണ് ഈ സ്പാനിഷ് മോസ്. നമ്മുടെ കേരളത്തിലും വളരാൻ അനുകൂലമായ കാലാവസ്ഥയാണ് ഈ സ്പാനിഷ് മോസിന്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വിവിധ രൂപത്തിൽ അലങ്കരിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ സ്പാനിഷ് മോസ്. ഇതിന് വിപണിയിൽ നല്ല ഡിമാൻഡാണ്. സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഇതിനെ വെക്കാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്തായിരിക്കണം ഇത് ഹാങ് ചെയ്യുന്നത്. ഇപ്പം തന്നെ എന്ത് ഭംഗിയില്ല ഇതിനെ കാണാൻ. ഇതിന് നല്ല ഹെൽത്തി പ്ലാന്റിന് ഗ്രേ കളറായിരിക്കും. ഇത് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാലോ നല്ല ഗ്രീനിഷ് കളർ, അതായത് നല്ല ആപ്പിൾ ഗ്രീൻ കളറായിരിക്കും. ഇതിൻ്റെ വാട്ടറിംഗ് എന്ന് പറയുന്നത് 2 നേരം രാവിലെ വാട്ടർ സ്പ്രേ ചെയ്യണം. നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന, മഴ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് കൂടിയാണ്. പ്രത്യേകിച്ച് പോട്ടിംഗ് മിശ്രിതമൊന്നും ഈ പ്ലാന്റിന് വേണ്ട. വെറുതെ കമ്പിയിൽ തൂക്കിയിട്ടാലും ഇത് നന്നായിട്ട് വളരും. ഇതിന് കൊടുക്കേണ്ട വെള്ളം നമ്മൾ ഓർക്കിഡിനൊക്കെ കൊടുക്കാറുള്ള NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പച്ചച്ചാണകം വെള്ളത്തിൽ കലർത്തി അതിൻ്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളത്തിൽ കലക്കി 2 നേരം സ്പ്രേ ചെയ്യുന്നതും ഇതിന് ഹെൽത്തിയായിട്ട് വളരാൻ സഹായിക്കും. അപ്പോൾ നമ്മളിന്ന് ഈ എയർ പ്ലാന്റ് എങ്ങനെ ഭംഗിയായിട്ട് അലങ്കരിച്ച് നമുക്ക് വെക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ലൊരു ക്ലേ കൊണ്ട് നിർമ്മിച്ച ഡിസൈൻ പോട്ടിലാണ് ഞാൻ ഈ പ്ലാന്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നില്ല. നമുക്ക് ഭംഗിയുള്ള ഗ്ലാസ്സിലോ കുപ്പിയിലോ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം. ഇനി നമുക്ക് ഈ പ്ലാന്റ് കുറേശ്ശെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് നൂലോ പ്ലാസ്റ്റിക് ചരടോ നമുക്ക് നീളത്തിൽ എടുത്തിട്ട് നമുക്കിതിനെ കട്ടിയില്ലെങ്കിൽ നമുക്ക് 4ആയിട്ട് മടക്കി ഇത് നമുക്ക് ഈ പ്ലാന്റ് മുറിച്ചെടുത്ത പ്ലാന്റ് നമുക്ക് കുറേശ്ശെ നമുക്ക് കെട്ടിയെടുക്കാം. ഇതുപോലെ പ്ലാന്റിന് കേടുവരാത്ത രീതിയിൽ നമുക്ക് കെട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വരിഞ്ഞ് മുറുക്കി കെട്ടരുത്. കാരണം പ്ലാന്റ് കേടുവരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കെട്ടിവെച്ച ഓരോ പീസും ഇത് കോർത്ത് നമുക്ക് ഇടകലർത്തി നമുക്ക് ഗ്യാപ്പ് ഇട്ട് നമുക്കിങ്ങനെ ഓരോ ഹോളിലും നമുക്ക് ഇടകലർത്തി നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ നല്ല രസകരമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ളാവുമ്പോൾ അതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വായു കയറുന്ന രീതിയിൽ നമ്മൾ ഇടകലർന്ന ഹോളിലേക്ക് ഈ നൂല് കോർത്ത് നമ്മൾ മുറുക്കി കെട്ടണം. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇതിനെ ഭംഗിയിൽ കട്ട് ചെയ്ത് റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നോക്കിയേ എന്ത് രസമല്ലേ, അടിപൊളി അല്ലേ കാണാൻ. ഇതേപോലെ നമ്മുടെ വീടിൻ്റെ വരാന്തയിലും സിറ്റ് ഔട്ടിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നമ്മൾ
വീടിന് നല്ല മൊഞ്ചായിരിക്കും, നല്ല ഐശ്വര്യം അല്ലേ? നോക്കിയേ, ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ സെറ്റ് ചെയ്തോ അല്ലാതെയോ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കണ്ട. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ നമുക്ക് വീണ്ടും